ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ച അല്ലെങ്കിൽ പണം നൽകിയ വിസ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പണം നൽകിയ ഒരു വ്യക്തി മഹേഷ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മഹേഷിന്റെ വീട് എവിടെയാണ്? എന്റെ വീട് തിരുവനന്തപുരത്താണ്. ഞാൻ ഇവരെ പരിചയപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് വീട്ടില് വണ്ടി ഓടിക്കാൻ പോയാണ് ഞാൻ ഇവരെ കൂടെ പരിചയപ്പെടുന്നത്. ആ പരിചയത്തിന്റെ കെയർ ഓഫിലാണ് ഇവര് പലരെയും കൊണ്ടുപോകണം എന്നുള്ള ഫോണിൽ കൂടെയുള്ള വണ്ടിയുടെ ഇരുന്നുള്ള സംഭാഷണങ്ങൾ കേട്ടാണ് ഞാനും ഇവരുമായിട്ട് കൂടുതൽ ഇവർ കൊണ്ടുപോകുന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടായിട്ടാണ് ഞാൻ പൈസ കൊണ്ടുവന്ന് ഇവരെ കൊടുത്തത്. എത്ര പൈസ മഹേഷ് കൊടുത്തത്? ഞാൻ കൊടുത്തത് മൊത്തം 7.5 ലക്ഷം രൂപയാണ് ഇവരെ കൊടുത്തിട്ടുള്ളത്. എത്ര സമയമായി ഇപ്പൊ കൊടുത്തിട്ട്? ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് ഏകദേശം ഡിസംബർ 21 കൂടിയാണ് എന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 2023. ഇപ്പൊ എനിക്ക് ഏകദേശം 9 മാസത്തോളം നിലവിലായിട്ടുണ്ട്. അപ്പം ഇവരോട് അവര് നേരിട്ട് കണ്ട് ഞാൻ ഡ്രൈവറാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ അവര് സംസാരിക്കുന്നതൊക്കെ കേട്ട് അങ്ങനെയാണല്ലോ ഇത് പൈസ എവിടത്തേക്ക് പൈസ കൊടുത്തത് ഇവര് നേരിട്ട് കണ്ടും പിന്നെ ഞാൻ ഒരു ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. എന്റെ സുഹൃത്ത് പ്രദീപ് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഇവരെ കൂടെ പോയിട്ടുണ്ട്. അവര് പലരുടെയും കാണുന്നു, ക്യാഷ് മേടിക്കുന്നു, അതെല്ലാം കണ്ടിട്ടാണ് അത് ഓക്കെയാണ് കൺവിൻസിങ് ആയപ്പോഴാണ് നമ്മൾ കൊടുത്തത്. പക്ഷെ ഈ വേറൊരു ചാനലില് ഇതേ കണക്ക് ഒരു ന്യൂസ് വന്നപ്പോഴാണ് നമ്മൾ ആ കൂടെ അറിഞ്ഞത് ഇവരിങ്ങനെ തട്ടിപ്പാണെന്നും ബാക്കി ഇത്ര പേര് ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്നുള്ളത്, ഇത്രയും പേര് തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് അറിഞ്ഞതും അവരുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഇത്രയും പേര് ഉണ്ട്. പലരും വർക്കിലുള്ള ഒരു കിരൺ എന്ന് പറയുന്ന വ്യക്തി 15 ലക്ഷം രൂപയോളമാണ് മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവരുടെ ഒരു പ്രതികരണം നമ്മൾ ഇവരെ വിളിച്ചിരുന്നു. ഇപ്പൊ അവരെന്നെ വിളിക്കത്തില്ല. എന്റെ ഡ്രൈവർ പ്രദീപ് എന്ന് പറയുന്ന പുള്ളിയെ വിളിക്കുക, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവർ പ്രദീപ് എന്ന് പറയുന്ന പുള്ളിയെ വിളിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കുന്ന, നിങ്ങളെ വിസ പ്രോസസിംഗിലാണ്, അതാണെന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിസ പ്രോസസിംഗ് ആണെന്നാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ഇപ്പോഴും പറയുന്നത്. പക്ഷേ ആ കൂടെ നടന്നിട്ടുള്ളത് ബയോമെട്രിക് എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമേ എന്റെ കയ്യിൽ നടന്നിട്ടുള്ളൂ. നമ്മൾ വിസയെ കുറിച്ച് അങ്ങോട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെയാണ് അവർ പറയുന്ന പ്രതികരണം. അല്ലാതെ ഇതുവരെയായിട്ടും ഒരു വിസ അപ്രൂവലിനെ കുറിച്ചോ വിസ സ്റ്റാറ്റസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയണം അതെനിക്ക് ലോയറുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ് ഇപ്പോഴും നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പേപ്പർ വർക്ക് ഒക്കെ ലഭിച്ചിരുന്നോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ലാസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള സുഹൃത്തുക്കളിൽ വയനാടുള്ള കുറെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന വെച്ചാൽ ഇവരുടെ ഹസ്ബൻഡ് ഇവിടെ ഏതോ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരെ കയ്യിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ MLA പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പ്രശാന്തോ അങ്ങനെ അങ്ങനെയാണ് പേര് പറയുന്നത്. VK പ്രശാന്തോ? അതെ. അതിന്റെ അവരുടെ ഓഫീസിലും ഇവര് അന്വേഷിച്ച് പോയിരുന്നു എന്നാണ് പറയുന്നത്. ഈ വയനാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കള്. ശാസ്തമംഗലത്താണ് ഈ പറയുന്ന ഓഫീസ് അല്ലേ? അതെ, ശാസ്തമംഗലത്ത് ഗ്രൂപ്പ് കോർട്ടിന്റെ ഓഫീസുണ്ട്. അവരുടെ വീട് അതിന്റെ നിയറസ്റ്റ് ആയിട്ട് 1 കിലോമീറ്റർ അപ്പുറമാണ് അവര് റെന്റിന് താമസിക്കുന്ന വീട്. ആ വീട് ഇപ്പൊ ഏകദേശം പൂട്ടിക്കിടക്കുകയാണ്. പിന്നെയുള്ള മീറ്റിങ്ങുകളെല്ലാം അവർ നടത്തുന്നത് കവടിയാറ് സ്റ്റാർബക്സിൽ വെച്ചാണ് നമ്മളെ ലാസ്റ്റ് മീറ്റ് ചെയ്തത്. സ്റ്റാർബക്സിൽ വെച്ച് സ്റ്റാർബക്സിൽ വെച്ചാണ് ലാസ്റ്റ് മീറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഇന്നലെ ഇനി വേറൊരു ലേഡി ഉണ്ട്, നിഷ എന്നാണ് ആ ലേഡിയുടെ പേര്. ആ ലേഡി ഇന്നലെയും വിളിച്ചിട്ട് പറയുന്നത് വെച്ചാൽ 26-ാം തീയതി നിങ്ങളുടെ എല്ലാ പേപ്പറുമായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇന്നലെ രാത്രി ഈ ന്യൂസിനെ കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക് നിഷ എന്ന് പറയുന്ന ആ ലേഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഓഫീസിൽ ഇങ്ങനെയുള്ള ന്യൂസ് ചാനലിന്റെ പങ്കെടുക്കാൻ പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് അവരുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചെന്നും അവരുടെ മാമനുമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചെന്നും ഇന്നലെ അവർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഷ എന്ന് പറയുന്ന ലേഡി. അതായത് വാർത്ത വരുമെന്ന് അറിഞ്ഞപ്പോൾ അവർ ബന്ധപ്പെട്ടിരുന്നു വീണ്ടും? അവരെ ബന്ധപ്പെട്ടിരുന്നു. എന്നെ പക്ഷേ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്നെ ബന്ധപ്പെട്ടില്ല. അതിന് പകരം എന്റെ ഒരു ഡ്രൈവർ സുഹൃത്തിനെയാണ് ബന്ധപ്പെടുന്നത്. പക്ഷെ അയാളെ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട്? എന്തൊക്കെയോ എന്തെങ്കിലും പേപ്പർ ഒപ്പിട്ട് കൊടുത്തിരുന്നോ മഹേഷ്? ഞാൻ എന്നെ കൊണ്ട് ആദ്യം ഒരു എഗ്രിമെന്റ് ഡിസംബറിൽ സൈൻ ചെയ്യിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എഗ്രിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഒരു എഗ്രിമെന്റ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഇവർ പറഞ്ഞത് ആഫ്റ്റർ വിസ പ്രോസസിംഗ് ആണ് ബാക്കി 2 ലക്ഷം രൂപ കൊടുക്കേണ്ടതാണ് ഇവർ എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അവസാന ഘട്ടം ഇവർ പറഞ്ഞു അങ്ങനെയല്ല, ലോയർക്ക് നേരത്തെ പൈസ വേണമെന്ന് പറയാനാണ് ഇവർ ഫുൾ ക്യാഷും മേടിച്ചത്. ആ എഗ്രിമെന്റ് മഹേഷ് വായിച്ചിരുന്നോ? ഏതെങ്കിലും അഭിഭാഷകനെ കൊണ്ടൊക്കെ വായിപ്പിച്ചിരുന്നോ ഒപ്പിടുന്നതിന് മുമ്പ്? മാഡം, ഞാൻ ഇവരെ കൂടെ 2022 മുട്ട ഇവരെ പരിചയമുള്ളതുകൊണ്ട് ഇവർ അത്രയ്ക്കും അകമഴിഞ്ഞ് വിശ്വസിച്ചു എന്ന് വെച്ചാൽ അവരുടെ സംസാര രീതികൾ അങ്ങനെയായിരുന്നു. വിശ്വസിച്ചു പോയി. ഞാനും എന്റെ വൈഫും കൂടെ ചേർന്നാണ് പോയി ക്യാഷ് കൊടുക്കുന്നതും ഒപ്പിടുന്നതും എല്ലാം. പക്ഷെ ഞാൻ അത്രയ്ക്കും വിശ്വസിച്ചു. എനിക്ക് മുഖം കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ മുഖം കാണിക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പലരെയും മേടിച്ച പൈസയാണ്. അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തത്.
ഈ 15 ലക്ഷം രൂപ പലയിടത്തും കടം വാങ്ങിയിട്ടാണ് ഇതിന് കൊടുത്തത് അല്ലേ? എന്റെ ഭാര്യയുടെ കെട്ടുകാരി വരെ പണയം വെച്ചിട്ട് പലയിടത്തും കടം മേടിച്ചാണ് ഞാൻ അതൊക്കെ കൊണ്ട് കൊടുത്തത്. അപ്പൊ ഇവരിപ്പോ നിങ്ങൾക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവർ നിലവിൽ ഞാൻ കേസ് കൊടുത്തു. ഞാൻ മ്യൂസിയം സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു. ഞാൻ രാവിലെ 9 മണിക്ക് അവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് എന്റെ FIR എനിക്ക് ഇട്ട് കിട്ടിയത് വൈകിട്ട് 4 മണിക്ക്. അതുവരെ ഞാൻ അവിടെ ഇരുന്നു മ്യൂസിയം സ്റ്റേഷനില്. പോലീസിൽ എന്നാ കേസ് കൊടുത്തത് മഹേഷ്? ഞാൻ കൊടുത്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ചയോളായി. എന്റെ FIR ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ന്യൂസ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പം പോലീസ് ഇതുവരെയായിട്ട് പോലീസിന്റെ ഇതിൽ നിന്നും നമുക്ക് ഇതുവരെയായിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. പോലീസ് FIR കുറിച്ച് അന്വേഷിക്കുക, നമ്മുടെ ഇതുവരെയായിട്ട് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മഹേഷിന്റെ മാത്രല്ല കുറെ ആൾക്കാരുടെ പരാതി ഉണ്ട് പല ഭാഗത്തു നിന്ന്. പക്ഷെ പല ആദ്യം ഉള്ളവരുടെ പരാതികളാണ് ഇപ്പൊ ചോദിച്ചത്. പക്ഷെ നമ്മളെ കൊടുത്തിട്ട് ഏകദേശം 3 ആഴ്ച ഇതുവരെ പരാതിയെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളടുത്ത്. ഈ പറഞ്ഞ ആളുകളെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ അവിടെ ഈ ന്യൂസിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പേര് SP ഓഫീസ് കമ്മീഷൻ ഓഫീസിൽ പോയപ്പോൾ അവിടെ നിന്ന് നമ്മളെ ബാക്കിയുള്ള കേസ് കൊടുക്കാത്ത ആൾക്കാരെ മ്യൂസിയം സ്റ്റേഷനിലോട്ടാണ് പറഞ്ഞു വിട്ടത്. അപ്പം മ്യൂസിയം സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു അതാത് ഏരിയയിലുള്ള സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാനാണ് പറഞ്ഞത്. അവർക്ക് അവിടെ കേസെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അതാത് കേസ് പരിസരങ്ങളിൽ പോയി പരാതിപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്? അവര് എന്തുകൊണ്ടാണെന്ന് പറയുന്നില്ല. ഈ കേസ് പൈസ അയച്ചു കൊടുത്ത ബ്രാഞ്ച് എനിക്ക് എന്റെ അടുത്ത് ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അയച്ചു കൊടുത്ത പട്ടം ബ്രാഞ്ച് ആണെങ്കിൽ ആ പട്ടം ബ്രാഞ്ചിന്റെ പരിധിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തത് ഇവരുടെ ഓഫീസിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ശാസ്ത്രങ്ങൾ. അങ്ങനെയാണ് എന്റെ കേസ് അവിടെ FIR ഇട്ടത് നിലവിൽ. ഇപ്പൊ ഓഫീസ് ഇല്ല, ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം മാഡം ഓഫീസ് 6 മാസമായിട്ട് പ്രവർത്തിക്കുന്നില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ഓഫീസ് ഓപ്പൺ ആണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ മഹേഷ് വിളിച്ചാൽ കിട്ടില്ല? ഇല്ല. അവര് ഒരുപാട് നിരവധി നമ്പറുകൾ ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. അവർ പല നമ്പറുകളിൽ നിന്നാണ് നമ്മളെ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് തന്നെ ഏകദേശം കുറച്ച് നാളുകളായി. ലാസ്റ്റ് വിളിച്ചത് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ എന്നെ വിളിച്ചിട്ട് എനിക്കിപ്പോ ലാസ്റ്റ് ആദ്യത്തിന് എന്റെ പാസ്പോർട്ട് അവരെനിക്ക് അയച്ചു തന്നു. സഫീഷ്യന്റ് പേജ് ഇല്ലാത്തതുകൊണ്ട് വിസ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒരു മെയിൽ എനിക്ക് അയച്ചു തന്നിട്ട് എന്റെ പാസ്പോർട്ട് എല്ലാം റിന്യൂ ചെയ്ത് എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തില്ല. കാരണം ഈ വിസ ഇതിനെ കുറിച്ചുള്ള ന്യൂസ് കേട്ടപ്പോൾ ഇനി പാസ്പോർട്ടെങ്കിലും കയ്യിരിക്കട്ടെ എന്ന് ഞാൻ പാസ്പോർട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല. ഇവരുടെ വീട് മഹേഷിന് അറിയില്ലേ? അവിടെ പോയിരുന്നോ? അവിടെ പോയി അവരെ പരിസരത്തൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ആ പേര് എനിക്ക് ഓർമ്മയില്ല. അവര് വേറൊരു പേരിലും അവർക്ക് ഇങ്ങനെ ഈ കശുവണ്ടി ബിസിനസ്സും ഡോൾസി എന്ന പേരിലല്ലേ അവിടെ? അവിടെ വേറെ ഏതോ പേരിലാണ് അറിയപ്പെടുന്നത് ആ പരിസരത്ത്. ഈ ഡോൾസിയുടെ ഭർത്താവിനെയും അന്ന് ഡ്രൈവറായി ജോലി ഈ ഡോൾസിയുടെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭർത്താവ് ഉണ്ടെന്നറിയാം. ഡൈവോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ പല ഡ്രൈവർ. ഞാൻ ഒരു കോൾ ഡ്രൈവർ ഏജൻസി നടത്തുന്ന ആളാണ്. അപ്പം അങ്ങനെ തന്നെ പല ഡ്രൈവർമാരാണ് അവിടെ പോകുന്നത്. അങ്ങനെ പോയിട്ടുള്ളവരാരും ഭർത്താവിനെ കണ്ടിട്ടില്ല. ഭർത്താവ് പട്ടത്ത് ഏതോ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവരെ കുറിച്ച് അന്വേഷിച്ച് ഇവരുടെ ഒരു പള്ളിയുണ്ട്, ഇവര് ബന്ധുക്കോസാണ്. അങ്ങനെ നമ്മൾ ജിമ്മിജോർജ് സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുവാണെന്നും ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അപ്പോൾ തന്നെ അവർ ഈ പറഞ്ഞ പ്രദീപ് എന്ന് പറയുന്ന ഡ്രൈവറെ കോൺടാക്ട് ചെയ്യുകയും അവർക്ക് ഇതിനാണ് അവിടെ പോയി അന്വേഷിച്ചെന്നും എന്നൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുമായിരുന്നു ഈ ഡോൾഫി. ഈ മകൻ അവരുടെ കൂടെയാണോ താമസിക്കുന്നത്? ഈ മകൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞു ഈ ഭർത്താവിന് ഇപ്പൊ ഡൈവോഴ്സ് ആണെന്നും മഹേഷ് തന്നെയാണ് പറഞ്ഞത്. ഭർത്താവിന് ഈ VK പ്രശാന്ത് MLA പേഴ്സണൽ സെക്രട്ടറിയായി ജോലി, അത് അവിടെ MLA ഓഫീസിൽ പോയി അന്വേഷിച്ചിരുന്നു ആ കാര്യം? അത് ഞാൻ അന്വേഷിച്ചില്ല. നമ്മുടെ ഈ തട്ടിപ്പിനേരായ ഈ വയനാടിലുള്ള സുഹൃത്തുക്കളെല്ലാം ഈ തിരുവനന്തപുരം ഫുള്ള് അന്വേഷിച്ചായിരുന്നു. അങ്ങനെ അവിടെ പോയി അന്വേഷിച്ചപ്പം അവിടുത്തെ ഓഫീസിൽ നിന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. അവരോട് വർക്ക് ചെയ്തില്ലെന്നാണ് പറയുന്നത്. വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, ഇതെല്ലാം കള്ളത്തരമാണ്. ഇപ്പൊ നിങ്ങൾ കുറെ പേരുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ഏത് രീതിയിൽ ഇപ്പം പോലീസിൽ ഈ കമ്മീഷണർ ഓഫീസിൽ പോയപ്പം പരാതി എടുത്തില്ല, ഇനിയിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ പെറ്റീഷൻ തയ്യാറാക്കുക. അതായത് ഈ നിലവിലുള്ള ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഒരു മാസ്റ്റർ പെറ്റീഷൻ തയ്യാറാക്കി ADGPക്കോ DSPക്കോ ഡയറക്റ്റ് പരാതി കൊടുക്കാനുള്ള ഒരു ക്രമത്തിലാണ്. അങ്ങനെയെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. വളരെയധികം നന്ദി മഹേഷ് സംസാരിച്ചതിന്.